ഈശ്വരാ, ഇത് മുഴുവൻ തിന്ന് തീർത്തോ? ഓ, ഇനിയിപ്പോ പിള്ളേർക്ക് ഞാൻ എന്ത് കൊടുക്കും? അമ്മ, എനിക്ക് വിശക്കുന്നുണ്ട്. അയ്യോ മക്കളെ, അമ്മ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി തരാം. അവിലെങ്ങാനും കുഴച്ചാൽ മതിയോ നിങ്ങൾക്ക്? ഒരവില് അതും കൂടി ഇവന്റെ വായിലേക്ക് ഇട്ട് കൊടുത്തേക്കമ്മ. ഞങ്ങൾ പട്ടിണി കിടന്നോളാം. ഇവന്റെ ചേച്ചിയും കൂടി നമ്മൾ പട്ടിണിക്ക് ഇട്ട് കൊല്ലുന്നോ എനിക്ക് തോന്നുന്നത്. അല്ല മക്കളെ, അമ്മ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി തരാന്നേ. ഞങ്ങളെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പൈസ വാങ്ങിട്ടേ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചോളാം. അച്ഛൻ വരുന്നില്ലല്ലോ ചേച്ചി, എനിക്കാണ് വിശന്നിട്ട് വയ്യ. അച്ഛൻ ഇപ്പൊ വരൂ, അപ്പൊ തന്നെ നമുക്ക് പൈസ വാങ്ങിട്ടേ എന്തേലും വാങ്ങി കഴിക്കാം. അച്ഛൻ പൈസ തരുമോ? പിന്നെ തരാതെ തന്നെ അച്ഛനല്ലേ ആ മിലിമോളി അവരുടെ അമ്മേനൊക്കെ ഇവിടെ കയറി താമസിപ്പിച്ചത്. അവരല്ലേ നമ്മുടെ ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചത്. പിന്നെ നമ്മളെ പട്ടിണിക്കിടിയാ. അച്ഛൻ വന്നു. അച്ഛാ, എന്താ മൂന്നാളൂടെ രാവിലെ തന്നെ റോട്ടിൽ ഇറങ്ങി നിൽക്കുന്നേ? ഞങ്ങൾ അച്ഛനെ വെയിറ്റ് ചെയ്യായിരുന്നു. എന്നെ കാത്തു നിൽക്കേ? അത് പതിവില്ലാത്താണല്ലോ. എന്തോ കാര്യം ഉണ്ടാവും, അതിനാ. അച്ഛാ, പൈസ താ. പൈസയോ? എന്ത് പൈസ? ഞങ്ങൾക്ക് ചായ വാങ്ങി കുടിക്കാൻ പൈസ താ അച്ഛാ. ചായ വാങ്ങി കുടിക്കാൻ പൈസയോ? വീട്ടിൽ അമ്മ ചായ ഉണ്ടാക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾക്ക് വാങ്ങി കുടിക്കാൻ പൈസ? അമ്മ ഉണ്ടാക്കി ചായ ഒന്നും തീർന്നു പോയി, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ. അച്ഛൻ വേഗം പൈസ താ. പിന്നെ എങ്ങൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാതിരിക്കങ്ങൾ അമ്മ? അതങ്ങനെ തീർന്നു പോകുന്നില്ലല്ലോ. സത്യം അച്ഛൻ പറയുന്നേ. അച്ഛൻ പെട്ടെന്ന് പൈസ തന്നേ, ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ. ഞങ്ങൾ തിരിച്ചു വന്നിട്ടേ ഡീറ്റെയിൽ ആയിട്ട് കഥ പറഞ്ഞുതരാം. അതെങ്ങനെ ശരിയാവും? ഞാൻ അമ്മയോടൊന്ന് ചോദിക്കട്ടെ. എന്റെ പൊന്നച്ഛ, അച്ഛന് ഞങ്ങളെ വിശ്വാസല്ലേ? അമ്മ ഞങ്ങൾക്കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിനി. പക്ഷെ എല്ലാം കൂടെ ആ മീലിന്റെ അനിയനില്ലേ പാച്ചു, അവനെടുത്ത് കഴിച്ച്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഇനി അവല് കഴിച്ചു തരാന്ന് അമ്മ പറഞ്ഞത്. ഞങ്ങൾക്ക് വേണ്ട അവല്. അവനെ വായിലിട്ട് കൊടുക്കാൻ ഞങ്ങൾ പറഞ്ഞത് അമ്മേനോട്. അച്ഛൻ തൽക്കാലേ കളിക്കാതെ പൈസ താ, ഞങ്ങൾ പോയി കഴിക്കട്ടെ. വിശന്നിട്ട് കുടലെരിയുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നിങ്ങൾക്ക് മൂന്നാക്കൂടിയുള്ള ഭക്ഷണം ആ ചെറിയ കുട്ടി ഒറ്റയ്ക്ക് കഴിച്ചോ? പാറു, കള്ളം പറഞ്ഞാലുണ്ടല്ലോ. അച്ഛൻ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. ഞാൻ അച്ഛന് വിശ്വാസമില്ലല്ലേ? അച്ഛൻ പോയിട്ട് അമ്മനോട് ചോദിച്ചിട്ട് വാ. ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഷടാ, ഇത് വലിയ പുകിലായല്ലോ. നിങ്ങൾ അകത്തേക്ക് കയറി വന്നേ. ഞങ്ങൾ കയറി വരില്ല, ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ. ഞങ്ങൾക്ക് ഇപ്പം തന്നെ പൈസ. ഞങ്ങൾ പോയി ചായ കുടിച്ചിട്ട് വരാം അച്ഛാ. ഗോപാലായിട്ട് ഞങ്ങൾ നേരത്തെ വന്നോ? ആണെന്ന് വേഗം കഴിഞ്ഞ്. അല്ലെങ്കിൽ ഇതോടെ പോയി വരിക സുലോ. ഞാൻ ആ കുടുംബശ്രീന്റെ പൈസ ഉണ്ടേ കൊണ്ടു കൊടുക്കാൻ പോയതാ. അല്ല, എന്തിട്ടാണ് ഇവർ പറയുന്നത്? ഇവർ ചായ കുടിച്ചില്ലാന്നോ? തീർന്നു പോയി നോക്കെ. ശരിയാ, ഇവരൊന്നും കഴിച്ചിട്ടില്ല നേരം വെച്ച് ഇത്രയും സമയമായിട്ട്. എന്താ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ സുലിയോ? ഞാൻ ഉണ്ടാക്കി കൊടുക്കാനിട്ടല്ല, ഞാൻ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നുണ്ടാക്കുന്നതിലും നല്ലോണം കൂടുതൽ. എല്ലാം കൂടെ ഞങ്ങളെ പെങ്ങളെ മോല്ലേ പാച്ചി ചേർത്ത് അത് മുഴുവൻ എടുത്ത് തിന്ന്. എന്താ സുലോ ഈ പറയുന്നത്? ഇവർക്ക് മൂന്നാക്കൂടിയുള്ള ഭക്ഷണം ആ കുട്ടീനെ വായിച്ച് കൊള്ളുവോ? അത് കുരുന്നൊന്നല്ല, എന്തൊരു തീറ്റി പണ്ടാരാണ്. എത്രയാണെന്നറിയ ഭക്ഷണം കഴിച്ചത്? ഇവർക്ക് 3 വാക്ക് കഴിച്ചു കഴിഞ്ഞാലും ബാക്കി ഉണ്ടാവുന്ന അത്രയും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ ഒറ്റ ഇരിപ്പിനകത്ത് തിന്ന് തീർത്തത്. ആ മീലി മോശമൊന്നല്ല. പോട്ടെ, എന്തായാലും കുട്ടികളല്ലേ, അതിനൊന്നും പറയാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ആരെന്ത് പറഞ്ഞ്? അല്ല തന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്നാൽ ഇത്രയും കഴിക്കുന്ന മക്കളാണ് ഓളെ അമ്മയ്ക്ക് അടുക്കളയിൽ ഒന്നൊന്ന് സഹായിച്ചു തരാലോ. എന്തെങ്കിലും ഒരു കൈ സഹായം. അതില്ല, ഉണ്ടാക്കി വെച്ചാലും വെട്ടി വീഴുന്നാൽ മാത്രം വരും നിങ്ങളെ പെങ്ങളും പെങ്ങളുടെ മക്കളും. സൂലു, സൂലു എന്നെ എല്ലാ പണി എടുക്കണം. പുറംപണി എടുക്കില്ല, അടുക്കള പണി എടുക്കില്ല, ഒന്നും എടുക്കത്തില്ല. ഇട്ട് ഡ്രസ് വരെ അവിടെ അയച്ചു വെച്ചിട്ടുണ്ട് അലക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കൊണ്ടു തരികയാണ് എല്ലാം. ഞാൻ ഇവരൊക്കെ വേലക്കാരിയാണല്ലോ. പണി എടുത്തെടുത്തിന്റെ ഊപ്പാട് ഇളകിയ മനുഷ്യ. ഇനിയെങ്കിലും എനിക്കൊരു റെസ്റ്റ് തന്നില്ലല്ലേ? ഇവിടെ ജോലിക്കാരിനെ ആരെങ്കിലും വെക്കേണ്ടി വരും. ഞാൻ പറഞ്ഞേക്കാം. എന്റെ മക്കൾ ഇവിടെ പട്ടിണിയാ. ഇതിന് നിങ്ങളൊരു പൈസ കൊടുക്കി. നിങ്ങൾ എന്തേ പോയി വാങ്ങി തിന്നോട്ടെ. അല്ല സുലു, ഇവർക്ക് എന്തേലും ഉണ്ടാക്കി കൊടുത്തൂടെ? വല്ല ദോശ എന്തേലും ആ പൊടി കലക്കിട്ടേ ഞങ്ങളൊന്ന് അടുക്കളയിൽ ചെന്നൊന്ന് ഉണ്ടാക്കി കൊടുക്കി. എനിക്കിനി മേല. ഞാൻ 7 പൊളിച്ച് എണീറ്റിങ്ങോട്ട് അടുക്കളയിൽ കയറിയതാ. ഇപ്പോഴൊന്ന് ഈ കുടുംബശ്രീയുടെ പൈസ കൊടുക്കാൻ വേണ്ടി ഒന്നും ഇങ്ങോട്ട് ഇറങ്ങിയത്. നീ തിരിച്ചു വന്നിട്ട് വേണം ചോറും കറിയും ഉപ്പേരിയും കൂട്ടാനും എല്ലാം ഉണ്ടാക്കി കൂട്ടാൻ. നിങ്ങൾ അമ്മ എന്ന് പറയുന്നതും പെങ്ങളെന്ന് പറയുന്നതും കുത്തിരിക്കണ്ടല്ലോ. മേലനിഞ്ഞ ഒരു വക ചെയ്യൂല. ഒരു കൈ സഹായം, ഒരു വെള്ളം വേണമെങ്കിൽ വരെ ഇന്ന അടുക്കളയിൽ നിന്ന് വരുത്തിച്ച് കുടിക്കുമോല്. അതുപോലെ ഒരു ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റൂല. അത് പിന്നെ സുലു ഓരെപ്പോഴെങ്കിലും വരുന്നവരല്ലേ. ആരെപ്പോഴേലും വരുന്നത്? നിങ്ങളുടെ അമ്മയോ? നിങ്ങളുടെ അമ്മ എന്നും ഇവിടെ തന്നെയല്ലേ താമസം? നിങ്ങളുടെ പെങ്ങൾ എപ്പോഴേലും വന്നാൽ മതിയല്ലോ ഇവിടെ ബോംബിടാൻ. ഓളൊക്കെ എന്നും ഇവിടെ ഏനെങ്കിലും ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്നോ കുഴിയിലേക്ക് എടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞേക്ക മനുഷ്യ, എനിക്ക് ഉണ്ടല്ലോ ഒരു സമയം കഴിഞ്ഞാലേ എന്റെ ക്ഷമയെല്ലാം നശിക്കും. ഞാൻ പൊട്ടിത്തെറിക്കും. സുലു, എന്താ സുലു അങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ക്ഷമേനെ നെല്ലിപ്പലകേമിലാ മനുഷ്യ നിൽക്കുന്നേ. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നേ. അച്ചാച്ച പൈസ താച്ചാ, വിശന്നിട്ട് കൊടലെരിയുന്നു. മോളെ ബാക്കി പൈസ കൂടെ കൊണ്ടുവരണം കേട്ടോ. പിന്നെ കടയിലെ മിഠായി മുഴുവൻ വാങ്ങി ഇങ്ങോട്ട് വരണ്ട. അത്യാവശ്യത്തിന് എന്താ വെള്ളയപ്പോ കറി വാങ്ങി കഴിച്ചിങ്ങട്ടെ 3 പേരും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണം. പൈസ കൂടുതൽ തന്നെന്നറിയാതെ അത് മുഴുവൻ ചെലവാക്കണ്ട. ബാക്കി എനിക്ക് കൊണ്ട് തരണം. ബാക്കിയല്ലേ ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് ആലോചിക്കാം. ചേച്ചി വേഗം വാപ്പുകൂട്ടാ, പെട്ടെന്ന് വേണം. വിശന്നിട്ട് വയ്യ. നടക്കു സുലു, എനിക്ക് വിശന്നിട്ട് വയ്യ. അതിനകത്തേക്ക് പോയിട്ട് എന്താ ആടെ ഒന്നും ഇരിപ്പില്ല. ആടെ എന്തുണ്ടെങ്കിൽ ഞാൻ എന്റെ മക്കൾ കൊടുക്കൂലേഞ്ഞോ? അപ്പൊ ഞാനെന്താ കഴിക്കാം സുലു? ഇന്നലെ വെള്ളത്തിലിട്ട് ചേച്ചി ചോറുണ്ട്, അതും ഒരു ചമ്മന്തി പൊടിച്ചേരാ. അത് വേണം കഴിച്ച് പോയിക്കോളി നിങ്ങള്. ഇത്തിരി തൈര് വേണം തന്നേക്കാം. സുലു, എനിക്ക് പഴങ്കഞ്ഞി ഒന്നും വയറ്റിന് പിടിക്കില്ല എന്നൊക്കെ അറിഞ്ഞൂടെ? വയറ്റിന് പിടിക്കുന്നൊക്കെ നിങ്ങളെ പെങ്ങളും മക്കളും കൂടി തീർത്ത്. പിന്നെ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഈ ഗ്യാസ് അടുപ്പൊന്നും നിങ്ങൾ വാങ്ങി തന്നിട്ടില്ലല്ലോ. ഭക്ഷണം എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാക്കണമെങ്കിലേ അതൊക്കെ പറ്റൂ. ഈ അടുപ്പിലൊന്ന് തീ പിടിച്ചുണ്ടാക്കണേലുള്ള കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ നിങ്ങൾ നേരെ ആത്തി നിന്നിട്ട് നിങ്ങളെ പെങ്ങളോടും അമ്മേനോടും ഒന്ന് എന്നെ സഹായിച്ചു തരാൻ പറയും. നേരം വെട്ടി വീഴണമെങ്കിൽ. എന്താ സുലു, എനിക്ക് അറിഞ്ഞൂടെ? അമ്മയ്ക്കൊന്നും പൊടി പറ്റത്തില്ലാന്നേ. പെങ്ങൾക്ക് അങ്ങനെയാ അമ്മേന്റെ അതേ ചിട്ടി ഇട്ടിരിക്കുന്നേ. പൊടി ആവുമ്പോഴേക്കും അവർ ചുമ്മുന്നത് നീ കാണുന്നില്ലേ? കാണുന്നുണ്ട്. നിങ്ങളെ പെങ്ങന്മാരും അമ്മയൊക്കെ തുമ്മുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളെ ഭാര്യ ഇവിടെ കിടന്ന് തുമ്മുന്നതും
കാണിക്കുന്നൊന്നും ശ്വാസം മുട്ട് വലിക്കുന്നൊന്നും നിങ്ങൾ കാണുന്നില്ല അല്ലേ? നിങ്ങളെ പെങ്ങൾക്കും അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ പൊടിക്ക് അലർജി, എനിക്കില്ല അല്ലേ? സുലു എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത്ര കാലം അങ്ങനെ തന്നെയല്ലേ ഇവിടെ? ഇത്ര കാലം ഇങ്ങനെ തന്നെയേനി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴെങ്കിലും പറയുന്നത്, ഇനിയെങ്കിലും മാറണം. എനിക്ക് ആവില്ല വലിയ അടിമപ്പണി ചെയ്യാൻ. നേരം വെളുത്തിങ്ങാട്ട് രാത്രി വരെ മനുഷ്യൻ കിടന്നിങ്ങാട്ടെ എന്തെല്ലാം പടിയെടുക്കുന്നത്. ഒരു കൈ സഹായം ചെയ്യാതെ ഇങ്ങനെ 24 മണിക്കൂറും കഴിച്ച് ടിവിയിൽ ചാനൽ മാറ്റി ഫോണിലും കുത്തിരിക്കാനേ നിങ്ങൾ അമ്മയ്ക്കും പെങ്ങൾക്ക് മാത്രമേ കഴിയൂ. മനസ്സാക്ഷിയുള്ള ആർക്കും ഇതൊന്നും കഴിയൂല. എന്നാലോ ഇത്ര കാലം ഞാൻ ഇങ്ങനെ വെച്ച് വിളമ്പി കൊടുത്തില്ലേ, അതിന്റെ ഒരു നന്ദി. എന്തെങ്കിലും ഒന്ന് വന്നിട്ട് ഒരു പണി ആ അരിഞ്ഞു വെക്കാനുള്ള പച്ചക്കറിയെങ്കിലും ഒന്ന് അരിഞ്ഞു തരിക. ഒന്നും ഒരു കൈ അരിഞ്ഞ് ഒന്നും ചെയ്യില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു വെള്ളം വേണമെങ്കിൽ വരെ എന്നെ വിളിക്കണം. അത് ഞാൻ കയ്യിലെടുത്ത് കൊടുത്താലേ ഇറങ്ങുള്ളൂ. നിങ്ങൾ അമ്മയ്ക്കായാലും ശരി പെങ്ങക്കായാലും ശരി. എനിക്ക് മടുത്തക്കണേ. ഞാൻ എല്ലാം കൂടി ഇട്ട് വലിച്ചെറിഞ്ഞ് ഞാൻ മക്കളെയും കൂടി എന്റെ വീട്ടിലേക്ക് എടുത്ത് പോകും. സുലു, ഒരു സുലു, നിങ്ങൾ ഇങ്ങനെ സോപ്പിട്ട് പതപ്പിച്ചേ ഇന്നെ ഇവിടെ നിർത്തി ഞാൻ അടിമപ്പണി ഇനിയും ചെയ്യിപ്പിക്കാന്ന് വിചാരിക്കണ്ട. എനിക്ക് മടുത്തെന്ന് പറഞ്ഞാൽ മടുത്തന്നെ. ഞാൻ ഒരു പണി എടുക്കൂല. ഉച്ചത്തേക്ക് നിങ്ങളെ പെങ്ങളോടും അമ്മേനോടും പറയും എന്തെങ്കിലും ഉണ്ടാക്കാൻ. എടി സുലു, ഓൾക്ക് ഒരു കൈപ്പുണ്യം ഇല്ല. ഓൾ ഉണ്ടാക്കിയാൽ വായിൽ വെക്കാൻ പോലും പറ്റൂല. അതൊക്കെ അറിഞ്ഞൂടെ? അത് സാരല്ല, കുറച്ചു കാലം വായിൽ വെക്കാൻ പറ്റാത്തത് കഴിച്ചാലും ഒരു കുഴപ്പമില്ല. നല്ല ഭക്ഷണം നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഇവക്കൊക്കെ എല്ലിന്റെ ഇടയിൽ കുത്തുന്നത് തിന്നിട്ട്. അപ്പൊ മോളിനി അമേരിക്കക്ക് തിരിച്ചു പോകുന്നില്ല എന്നാണോ പറയുന്നേ? അതെ അമ്മേ, ഞങ്ങൾ ഇനി തിരിച്ചു പോകുന്നില്ല. ഇനിയുള്ള കാലം അമ്മേന്റെ കൂടെ ഇവിടെ ഒന്ന് സുഖമായിട്ട് ജീവിക്കാന്നാ വിചാരിച്ചത്. ഓ, അമ്മേനെ കാണാതെ എത്ര വർഷം എങ്ങനെ അമേരിക്ക ജീവിച്ചെന്നേ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഇനി ഏട്ടനും കൂടെ അങ്ങോട്ട് വരും അമ്മേ. അതെന്തായാലും നന്നായി. നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ സുഖമായിട്ട് ജീവിക്കാലോ. അതെ അതെ. അമ്മ, അപ്പൊ നമ്മൾ ഇനി എന്നും ഇവിടെ തന്നെ ആയിരിക്കും? പിന്നെ മക്കൾക്ക് അതല്ലേ സന്തോഷം. എന്നും അമ്മമ്മേന്റെ കൂടെ നിൽക്കണമെന്നല്ലേ മക്കൾ പറയാറ്. ഇന്നെന്താടാ നീ നേരത്തെ വന്നേ? എന്ന് കുറച്ച് ഫ്രീ ടൈം ഉണ്ടേ അമ്മ. അതെന്തായാലും നന്നായി. നമുക്കൊന്നേ പിള്ളേരും കൊണ്ടേ പുറത്തു പോയാലോ? അത് ശരിയാ. അത് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ആവാം. നന്നായിടാ, മക്കൾക്കൊക്കെ ഒരു സന്തോഷാവും. നമുക്കെന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോവാ അല്ലേ? ഭക്ഷണം കഴിച്ചിട്ട് പോവാന്നാല്. എന്നാ പിന്നെ നിങ്ങൾ രണ്ടാളും കൂടി ഒന്ന് അടുക്കളയിലേക്ക് ചെന്നിട്ടേ സുലുവിനെ ഒന്ന് സഹായിച്ചു കൊടുക്ക്. അവൾക്ക് എന്തോ സുഖമില്ലാന്ന് പറയുന്നേ. കുറെ നേരം അടുക്കളയിൽ നിന്നിട്ടേ പുകയൊക്കെ കൊണ്ടിട്ടേ. എടാ, നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് ഇവക്കും പൊടി അലർജിയാന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഓ, ഇനിയിപ്പോ ഞങ്ങൾ അടുക്കളയിൽ വന്ന് സഹായിച്ചിട്ട് വേണം ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ. നിന്റെ ഭാര്യയ്ക്ക് എന്താണ് അവിടെ പണി? അത് പിന്നെ അമ്മ അങ്ങനെയല്ല, അവക്ക് സുഖമില്ല. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ. ഓ, ഞാൻ വന്നപ്പോഴേക്കും അവൾക്ക് സുഖമില്ലാതായല്ലേ? അല്ലേലും എനിക്ക് അറിയാം അവൾക്ക് എന്നെ കണ്ണിന് കണ്ടൂടാ. അതുകൊണ്ടാണല്ലോ പേട്ടനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. കൊള്ളാലോ തലേണ മന്ത്രം. അത് കേട്ട് തുള്ള ഏട്ടനും. അയ്യോ, അങ്ങനെയൊന്നല്ല മോളെ. അവള് അങ്ങനെ തീരെ വയ്യാതിരിക്കുന്നത് കണ്ടപ്പേ ഞാനായിട്ട് പറഞ്ഞതാ. എന്നാ അമ്മേനോടും നിന്നോടും കൂടി എന്തെങ്കിലും സഹായിക്കാൻ പറയാന്ന്. ഓ, വേണ്ടടാ വേണ്ട. നീ ഭാര്യനെ വല്ലാണ്ട് അങ്ങ് ന്യായീകരിക്കണ്ട. അവളെ നിന്നെ തിരിപ്പ് കയറ്റി വിട്ടാതെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നീയേ പോയിട്ട് നിന്റെ ഭാര്യനോട് പറയും പെട്ടെന്ന് തന്നെ ഭക്ഷണമൊക്കെ റെഡിയാക്കാൻ. നമുക്ക് പുറത്ത് പോകാനുള്ളതാണെന്ന്. അമ്മ, അതിന് അവക്ക് ഊരവേദനയും പിന്നെ ചുമയൊക്കെയാ. നിങ്ങൾ ഒന്ന് ചെറുതായിട്ട് എന്തെങ്കിലും പച്ചക്കറിയൊക്കെ അരിഞ്ഞെങ്കിലും കൊടുത്താൽ പെട്ടെന്ന് ആവുമല്ലോ. ഇതെന്താടാ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഓ, നീ ഇത്ര കാലം അങ്ങനത്തെ വർത്താനൊന്നും പറയാത്തവനാണല്ലോ. ഓ, ഇപ്പൊ അവനൊരു ഭാര്യ സ്നേഹം. എടാ, മരുമക്കളെന്ന് പറഞ്ഞാലേ വീട്ടിൽ വന്ന് കയറി ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കണം. അല്ലാതെ വീട്ടിലുള്ള അമ്മായിമേനെ കൊണ്ട് പെങ്ങളെ കൊണ്ട് അല്ല പണി എടുപ്പിക്കല്. ഈ അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഇത് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ നടക്കും അമ്മേ. മരുമക്കളും മക്കളും തമ്മിൽ എന്ത് വ്യത്യാസം ഉള്ളത്? ഒരാൾ തന്നെ എല്ലാ പണി എടുക്കാന്ന് പറഞ്ഞാല്. ഓ, അപ്പൊ അതാണ് നിന്റെ ഭാര്യനെ കൊണ്ട് പണി എടുപ്പിക്കാൻ വയ്യ അല്ലേ? നാണയില്ലല്ലോ ഇങ്ങനെയൊക്കെ ഞങ്ങളെ അടുത്ത് വന്ന് പറയാനേ. പോയി എന്റെ ഭാര്യനോട് പറയും പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ. ഞങ്ങക്ക് പുറത്ത് പോകാനുള്ളതാണ്. പൊടി അടുത്തൂടെ പോയാൽ അപ്പൊ ഞാൻ തുമ്മാൻ തുടങ്ങും. പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അതിന്റെ മരുന്നും അതും ഇതും ഒക്കെ ആയിട്ടേ 2 ആഴ്ച പോക്കാം. അതുകൊണ്ടാണ് ഈ അടുപ്പിന്റെ അടുത്തേക്ക് പോലും ഞാൻ പോകാറില്ല. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട്. നീ എന്ത് നോക്കിക്കടാ? ചെന്ന് നിന്റെ ഭാര്യനോട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറയും. അമ്മനോട് ഞാൻ പറയുമ്പോ നമ്മ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ? ഏട്ടന്റെ ഭാര്യയെ നല്ലോണം തലേണ മന്ത്രം പ്രയോഗിക്കുന്നുണ്ട് അമ്മേ. ഇതിങ്ങനെ തുടരാൻ അനുവദിച്ചാലേ നമ്മള് രണ്ടാളും എവിടുന്ന് പുറത്താവും. നീ പറഞ്ഞത് ശരിയാ. ഇത്ര കാലം ഇങ്ങനെയൊന്നും പറയാത്തവനാ ഇപ്പൊ അവന് പെട്ടെന്ന് ഒരു ഭാര്യ സ്നേഹം കണ്ടില്ലേ? അവക്കാണ് ഇത്ര കാലം ഇല്ലാത്തൊരു പൊടി അലർജിയും തുമ്മലും ഒക്കെ ഉണ്ട് പോലും അവക്ക്. മടി തന്നെ, പണിയെടുക്കില്ല. ഒരു വക പണിയെടുക്കൂല. എന്നാലും ഉള്ളത് മുഴുവൻ വാരി വലിച്ച് കഴിക്കും. കണ്ടില്ലേ ഓളെ തടി? എന്തോ ഒരു തടിയാ. ആ തടി തിന്നിട്ടുള്ള തടിയാ. അല്ലാതെ ഓള് പറയും പോലെ ഹോർമോണിന്റെ തടിയൊന്നും നല്ലത്. തിന്നും ഇവിടെ ഉള്ള മുഴുവൻ തിരും. എന്നിട്ട് ഞാനൊക്കെ ഒരു ഇച്ചിരിയാ തിന്നല്. ബാക്കി വന്നത് എന്തായാലും. പിന്നെ അമ്മ എന്ന് പുറത്ത് പോകാൻ ഏട്ടൻ പറഞ്ഞല്ലോ. ഓളെയും മക്കളെയും കൊണ്ടുപോകണ്ട. അമ്മ അതിൽ ഉറച്ചു നിൽക്കണം കേട്ടോ. ഏട്ടൻ എന്തായാലും ഓളെ കൊണ്ടുപോകണമെന്ന് പറയാൻ മതി. പക്ഷെ വേണ്ട, നമുക്ക് കാറിലൊന്നും സ്ഥലം ഉണ്ടാവില്ല. തിക്കി ഇരിക്കേണ്ടി വരുന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് ഒഴിവാക്കി വിടണോ വരെ. അത് ഞാൻ ഏറ്റടി മോളെ.